ഹായ്, എല്ലാവരും വളരെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുള്ളതാണ് +2 മാത്സിൽ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, അതിൻ്റെയൊക്കെ വെയിറ്റേജ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അത് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 1 മുതൽ 12 വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ മുതൽ 12ാമത്തെ ചാപ്റ്ററായുള്ള 3 ഡയമെൻഷണൽ ജോമെട്രി വരെ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിങ്ങൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഞാൻ നിങ്ങൾക്കൊരു ഡാറ്റ കാണിച്ചു തരാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ തിരിയും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പറഞ്ഞു തരാം, നോക്കിക്കോ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 എടുത്താണ് നമ്മൾ നോക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളത് കൃത്യമായിട്ട് പരിശോധിക്കുന്നത്. ആ ഒരു സമയത്ത് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ നിന്ന്, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നോക്കിക്കുക, 5 ചാപ്റ്റേഴ്സിൽ നിന്ന് ഓണം എക്സാമിൻ്റെ പോർഷൻ ഇട്ടോ 3, 3, 3, 3, 3, 4, അതായത് 12, 4, 16 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നീടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ നോക്കിക്കുക, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് 11, ഇൻ്റഗ്രൽസ് 13, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ 4, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 13, വെക്റ്റർ 13, 3D 10. അതായത് ബാക്കി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരുപാട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ചാപ്റ്റേഴ്സിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്? തീർച്ചയായിട്ടും ഓണം എക്സാമിന് ശേഷമുള്ള ടോപ്പിക്കുകൾ ആദ്യം നല്ലതുപോലെ പഠിക്കുക. എന്നിട്ട് ആദ്യമുള്ള ടോപ്പിക്സ്, ആദ്യമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഈ ചാപ്റ്റേഴ്സ് കാണും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ മാർക്ക് എല്ലാം കൂടി കൂട്ടി നോക്കിയാലും നിങ്ങൾ മോർ ദാൻ 60 ഉണ്ട്, അതിൽ 60 മാർക്കിന് അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതും കൂടി യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ഫുൾ മാർക്കിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3D വരെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വെയിറ്റേജും നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടി ആധികാരികമായുള്ളത് കഴിഞ്ഞ വർഷത്തേത് തന്നെയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കുക. 6ാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്റ്റർ ആൾജിബ്ര, 3D, ഈ 6 ചാപ്റ്റേഴ്സ് ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം കൊടുത്തിട്ട് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് പഠിക്കുക. അങ്ങനെ തന്നെ പോയാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ആൻഡ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ? റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ റിലേഷൻ പഠിക്കണം, ഫംഗ്ഷൻ പഠിക്കണം, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ, അതേപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. സിമ്പിൾ കാര്യങ്ങളാണ്. 1, 1 ആണെന്ന് 1, 2 ആണെന്ന് പ്രൂവ് ചെയ്യാനും, റിലേഷൻ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെന്ന് കാണിച്ചു കൊടുക്കാനും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൂടി പോയാൽ ഒരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. ഒന്ന് പ്രിൻസിപ്പൽ വാല്യൂ കാണാനുള്ള ഒരു ചോദ്യമായിരിക്കും, പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ അതിലെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. മെട്രിക്സിൽ നിന്ന് കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിസസ്, അതേപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് മെട്രിസസ്, ട്രാൻസ്പോസ്, സിമെട്രി ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഇതിൽ നിന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ്. ആ ചോദ്യങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കണം. ഈ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കിൽ നിന്നൊക്കെ ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതുന്ന ചോദ്യങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ കേട്ടോ, 3 മാർക്കിനുള്ളത് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു 4 മാർക്ക്, ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 4 മാർക്ക്. അപ്പോൾ ആ ഒരു വെയിറ്റേജ് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. ഡിറ്റർമിനൻസിൽ നിന്ന് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണാൻ പഠിക്കണം. ആ ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഇക്വേഷൻ ഓഫ് ലൈന്, പിന്നെ അഡ്ജോയിൻറ്റും ഇൻവേഴ്സും, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അത് 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇനി ചിലപ്പോൾ അതായത് എക്സും വൈയും മാത്രം വരുന്ന 2 എണ്ണമുള്ള ഇക്വേഷനൊക്കെ തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് തന്നിട്ട് അത് സോൾവ് ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പം ചോദിക്കുക. 4 മാർക്കിനൊക്കെ ആണെങ്കിൽ 6 മാർക്കിന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ 3 വേരിയബിൾസ് കാണാനുള്ളതായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതും കൃത്യമായിട്ട് പഠിക്കുക. 5ാമത്തെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിൽ നിന്ന് ഒരുപാട് മാർക്കിന് ചോദിച്ചതായി കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷമൊന്നും. പക്ഷേ ഡിഫറൻസിയേഷൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കുക, ഡെറിവേറ്റീവ്സ് അറിഞ്ഞിരിക്കുക, ബാക്കിയുള്ള നിങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് കാണാനുള്ള കുറേ റിസൾട്ടുകളും അതേപോലെ തന്നെ കുറേ ടൈപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ആൻഡ് ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. 6ാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. എന്തൊക്കെ പഠിക്കണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ചോദ്യം നല്ലതുപോലെ ചോദിക്കാറുണ്ട്. എന്തായാലും ഒരു ചോദ്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിൽ നിന്നുണ്ടാകും. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ചോദ്യങ്ങൾ ചെയ്യണം. മാക്സിമ ആൻഡ് മിനിമ വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും മോസ്റ്റ് പ്രോബബിലി നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അടുത്തത് ഇൻ്റഗ്രൽസ് ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദ്യം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്. പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഇൻ്റഗ്രേഷൻ ബൈ
പെർട്ടിക്കുലർ ഫംഗ്ഷൻസ്, റൂട്ടിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഡിഗ്രി വരുന്നതും ക്വാഡ്രാറ്റിക് വരുന്നതും ഡിനോമിനേറ്ററിൻ്റെ ഉള്ളിൽ ക്വാഡ്രാറ്റിക് വരുന്നതൊക്കെയുള്ള രീതികൾ. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പാർഷ്യൽ ഫ്രാക്ഷന്, പാർട്സ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസും ആ പ്രോപ്പർട്ടീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ പ്രാക്ടീസ്, ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻ എന്ന് വന്നാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് റെഡിയാകുകയുള്ളൂ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ച് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് പിന്നെ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു എലിപ്സിൻ്റെ ഏരിയയും അതേപോലെ തന്നെ സർക്കിളിൻ്റെ ഏരിയയും ഫൈൻഡ് ചെയ്യാനുള്ളത് നല്ലതുപോലെ പഠിച്ചാൽ മതി. അതിലേതെങ്കിലും ഒന്നായിരിക്കും എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ പാരബോളയുടേതും പഠിച്ചു വെക്കുക. അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് എക്സ്പെക്ട് ചെയ്യാം. 4 മാർക്കിനുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും. ഓക്കെ. അതിൻ്റെ അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡർ ആൻഡ് ഡിഗ്രി കാണാൻ പഠിക്കണം. 1 മാർക്കിൻ്റെ ചോദ്യം. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ വെയിറ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത്യാവശ്യം നല്ല വെയിറ്റേജിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഷുവർ ആണ്. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുക. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഷുവർ, എന്തായാലും ചോദിക്കും. ഇതിലേതെങ്കിലും ഒന്നും, അത് ഉറപ്പാണ്. ബാക്കിയുള്ള നിങ്ങളെ ഭാഗ്യം പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഇതും അതേപോലെ തന്നെയാണ്. ഇൻ്റഗ്രൽസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലതുപോലെ ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം, പഠിക്കുക. ഓക്കെ. അടുത്തത് വെക്ടർ ആൾജിബ്ര. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ചാപ്റ്റർ ആട്ടോ. നിങ്ങൾ ആദ്യം ഏത് പഠിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ വെക്ടർ പഠിച്ചോ എന്ന് ഞാൻ പറയാം. എന്നിട്ട് 3D. അതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഈസി ആയിട്ട് പഠിക്കാമല്ലോ. അപ്പോൾ വെക്ടറിൽ നിന്ന് യൂണിറ്റ് വെക്ടർ, ഈക്വൽ വെക്ടർ, കൊലീനിയർ വെക്ടർ അതൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയറക്ഷൻ റേഷ്യോ എന്ത്, ഡയറക്ഷൻ കൊസൈൻസ് എന്തെന്ന് അറിഞ്ഞിരിക്കണം. ഒരു വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ്, ഈ ഡോട്ട് പ്രോഡക്റ്റ് തന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഫൈൻഡ് ചെയ്യാനുള്ളത്, ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് അതൊക്കെ പഠിക്കണം കേട്ടോ കൃത്യമായിട്ട്. ക്രോസ് പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് A ക്രോസ് B എന്നാണ് എഴുതുക. A ക്രോസ് B എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. ഇനി അതേപോലെ തന്നെ വേറെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊക്കെ ചെയ്ത് പഠിക്കണം. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമ്മുടെ ചാനലിലൊക്കെ. അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് പാരലോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 3Dയിൽ നിന്ന് ഇനി എന്തൊക്കെ, 3D ആണല്ലോ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ 3Dയും പഠിച്ചിരിക്കണം. 3Dയിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് അവിടെ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും അതിൻ്റെ ബാക്കിയായിട്ട് ഡയറക്ഷൻ കൊസൈൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ലൈൻ, 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, 2 ലൈൻ്റെ ഇടയിലുള്ള ആംഗിൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, 2 ലൈൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിനൊക്കെ ഇക്വേഷൻസ് കാര്യങ്ങളുണ്ട്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വെക്റ്റർ പഠിച്ചിട്ട് 3Dയിലേക്ക് വരാം. കണക്റ്റഡ് ആണ് രണ്ടും. അപ്പോൾ വെക്റ്ററും 3Dയും സിമ്പിളായിട്ട് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ്, നല്ല വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആ ഒരു സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. ഹാർഡ് വർക്ക് തന്നെയാണ് ഒരേ ഒരു സൊല്യൂഷൻ. നല്ലതുപോലെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മാത്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പബ്ലിക് എക്സാമിനൊക്കെ +1 മാത്സ് ടഫായി പോയതുപോലെ നിങ്ങൾക്കാവാൻ പാടില്ല. നിങ്ങൾ നല്ലതുപോലെ വർക്ക് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. വളരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലുള്ള വീഡിയോസും കാണണം, റെഫർ ചെയ്യണം. അടിപൊളിയാകുക, പഠിക്കുക.